മൈൻക്രാഫ്റ്റ് ബാക്കി കളിക്കാൻ പോവുകയാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡേ 4 എടുത്തിന് ഗൈസ്. പക്ഷെ ഗൈസ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പണി കിട്ടി. നമ്മൾ റെക്കോർഡ് ചെയ്തത് നമുക്ക് കിട്ടിയില്ല. ഇനി വേണ്ടിയവർ ഇന്നലത്തെ ലൈവ് കയറി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഇത് ഡേ 5 ആക്കിയിട്ടാ അയ്യോ നോക്കാം. അല്ല ഇത് ഡേ 4 ആക്കിയിട്ടാ, അങ്ങനെ അയ്യോ നോക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞതിൽ നമ്മള് ഇത് അതിന്റെ എക്സാമ്പിൾ ഇതാണ് നമ്മള് മെയിൻ വേൾഡ്. കഴിഞ്ഞ കളിയിൽ നമ്മള് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മൈനിങ് ഒരു കേവ് ഡയമണ്ട്. ഇനിയിപ്പോ ചെയ്യാനുള്ള ഞാൻ എന്നിട്ടൊരു വില്ലേജും തപ്പി പോവുക ഇനി, പക്ഷെ വഴി എത്തിപ്പോയി. എന്നാൽ ലാസ്റ്റ് ഞാൻ സെപ്പറേറ്റ് വേറെയിൽ വന്നിട്ട് സെപ്പറേറ്റ് തന്നെ കയറി ചെയ്ത് ഇത് ലൈവ് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയതാണ് സംഭവം. ഞാൻ സെപ്പറേറ്റ് തന്നെ വന്ന് ചെയ്ത് അങ്ങനെ സെറ്റാക്കി തിരിച്ച് വീട്ടിൽ എത്തി. വരുന്ന വഴിക്ക് നമ്മൾ 2 വില്ലേജ് ഉണ്ട് ഗൈസ്. 2 വില്ലേജ് ഒന്ന് മൊത്തം അടിച്ച് കളിക്കും. ഒന്ന് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കണ് കോർഡിനേറ്റ്സ്. നമുക്ക് അവിടെ പോകണം ഒരു ദിവസം. ഇന്നെന്തായാലും നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ പിന്നെ അതാ ഇവിടെ അങ്ങനെ സെറ്റപ്പ് ആക്കിന്. പിന്നെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് കോൺസെപ്റ്റ് ഇതാ ഇതിലാണ് നമ്മൾ അത്രയും ദൂരം പോയത് ഗൈസ്. എയർപോർട്ട് ഇട്ടോണ്ട് ചെവി കടിച്ചു കയറുന്ന ഗൈസ്. സൗണ്ട് നടക്കണമൊക്കെ നമുക്ക് എന്തൊക്കെ കിട്ടിയത് നിങ്ങൾ ഞെട്ടും ഗൈസ്, ഞെട്ടും. വില്ലേജിൽ നിന്നും പിന്നെ നമ്മള് പിന്നെ ഒരു ഹാഫ് പോർട്ടൽ കണ്ടിട്ടോ. ഇതൊക്കെ ആയിട്ടുള്ളതെന്ന് കിട്ടിയാ ഗൈസ്. ചെറിയൊരു ഇഷ്യൂ ഉണ്ടല്ലോ, അത് അതിന്റെ സൗണ്ട് ഇതാ. ഡയമണ്ട് ഗൈസ്, ഗോൾഡൻ ആപ്പിൾ ഉണ്ട്, അയൺ ഉണ്ട്, എല്ലാ കാര്യം ഫുള്ള് സെറ്റപ്പ് ആട്ടോ ഗൈസ്. പിന്നെ അതാ ഇതില് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം ഉണ്ട്. ഇതിലാണ് മെയിൻ ഗോൾഡൻ സ്യൂട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടിയ ഗൈസ്. ഫുള്ള് സെറ്റപ്പ് ആണ് ഗൈസ്. ഇനി ഇങ്ങോട്ട് ചാടാൻ പറ്റില്ല, ഇങ്ങോട്ട് ചാടാം. ഗൈസ് നമ്മളെ ഷൂ കിടക്കുന്നു. അതിൻ്റെ അടുക്ക സോംബി നമ്മളെ കൊന്നു ഗൈസ്. അതാകുമ്പോ പണി പറ്റി. ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാനൊരു എയർപോർട്ട് ഒന്ന് വെച്ചോട്ടെ, ചെവി കുത്തി കയറും. ഇതെന്താന്നറിയാ ഗൈസ്, ഇത് നമ്മളെ ഇതാണ്. നമുക്ക് ഇതിവിടെ കുറച്ച് വെക്കാം. പശുവിനൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനമാണ്. പിന്നെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ ഗ്രാസ് ഇല്ലല്ലോ, നമുക്ക് കുറച്ചും കൂടി പുല്ല് വേണം. എന്റെ പൊന്നു, എന്താ പറയാ, അതിപ്പോ എവിടുന്ന് വന്നായി. നമുക്ക് വേഗം പോവാം. നമുക്ക് ഓഡിയൻസ് ഒക്കെ അത്യാവശ്യം അറിയാം. പുല്ലുമ്പ് ചാടിയ ജീവൻ കുറയില്ല എന്നുള്ളതല്ലേ. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു വട്ടം ചത്ത്, പക്ഷെ നമുക്ക് ആ ലോങ് ഒന്നും ചത്തില്ല. നമ്മൾ വീടിന്റെ തൊട്ട് മുന്നിൽ ഇതേമാതിരി സോംബി തീ പിടിച്ചു വന്നു. ഒന്നാമത്തെ തീയും കൊണ്ട് സോംബിന്റെ അടിയും കൊണ്ട് ചത്ത്. അത് ഞാൻ ബെഡൊക്കെ വാങ്ങിയിട്ട് ഗൈസ്. നമ്മൾ ബെഡ് സെറ്റാക്കിന് കുറച്ച് ആടിനൊക്കെ സുട്ട് ചപ്പാടാക്കിയിട്ട് ബെഡ് ഒക്കെ സെറ്റാക്കി ഫുള്ള് സെറ്റാക്കിന്. വേഗം പോവാ ഗൈസ്. ആ സാധനമൊക്കെ പോയി പോകും. 78 മൈനസ് 90 ഇങ്ങോട്ടല്ല, തിരിച്ചോ. 75 24 ഇങ്ങോട്ടേ 11 10 ഇങ്ങോട്ടാണ് കൂടുതൽ വയസ്സ് ഒക്കെ. മറ്റേത് കൂടുതലാണ്. ആ ഒരു ദ്വീപിന്റെ അപ്പുറത്താണ്.
ഒരുമാതിരി സംഭവമായി പോയി. കൂടുക കഴിച്ചിട്ട് ഞാൻ കുറേ ടൈം എടുത്ത് വൈകുന്നേരം തുടങ്ങി. ഞാനത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയതാണ്. സംഭവം വലിയ കാര്യമായിട്ട് അതിന് വേണ്ടി കഴിച്ചു. കണ്ടമാനം ലൂട്ട് കിട്ടിയാൽ പോകും. അതൊക്കെ പിന്നെ എടുത്ത് വെച്ചിട്ടാണ് പോകുന്നത്. അതൊക്കെ പൊട്ടിച്ച് പോയി. കാരണം ഇതിൻ്റെ സീഡ് ആവശ്യമുണ്ട്. ഇതിൻ്റെ സീഡാണ് തോന്നുന്നത്. പിന്നെ നമ്മളെ വില്ലേജിൽ കുറേ വില്ലേജ് നമുക്ക് അവിടെ കിടക്കുന്നുണ്ട്. നമ്മളൊന്നും ചെയ്തില്ല. കുറേ വില്ലേജസിനെ മറ്റേ പഴയ വില്ലേജില്ല, അതായത് നമ്മളേറ്റവും ലോങ്ങുള്ള വില്ലേജിൽ നിന്ന് അവിടെ നിന്ന് അയൻകോളത്തിന് നമ്മൾ കൊന്ന് കുറച്ച് അയണും എടുത്ത് അങ്ങനോട്ട് നൈസായിട്ടോട്ട് പോകുന്നതാണ്. 85 നോക്കുന്നത് നമുക്ക് നമ്മുടെ അവിടെ ഇപ്പോൾ ഒരു കൃഷി തുടങ്ങണ ഒരു പ്ലാനിലാണ്. കൃഷിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ 185 ചെയ്തല്ലോ. 185 ആവണ്ടെന്നാണ് തോന്നുന്നത്. ഇതേമാതിരി അപ്പുറത്തുള്ള ദ്വീപിലാണ് നമ്മളത്. ഇപ്പം കോർഡിനേറ്റ്സ് ഏകദേശം കിട്ടിയോണ്ട് നമുക്ക് കണ്ടിരിക്കാൻ സുഖമാണ്. ഇന്ത്യക്ക് വിട് സ്ക്രീൻഷോട്ട്. നമ്മുടെ ഹൗസ് സമ്പത്ര അടുത്താണ്. നമുക്ക് റീസ്പോൺ ഏരിയ നമ്മൾ സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും നമ്മൾ കിടന്നിടത്താണ് റീസ്പോൺ ഏരിയ വേണ്ടി. ഇന്ത്യ അതിൻ്റെ മുകളിലാണ് റീസ്പോൺ ഏരിയ വരിക. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. കിണറവിടെ അല്ലാണ്ട് എൻ്റെ കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഇവിടെ നമ്മൾ ഇപ്പം തന്നെ ചെയ്തരാം. നമുക്ക് ഇനി ഫാം സെറ്റ് ചെയ്യണം. അങ്ങനെ കുറെ പരിപാടി ഉണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞ ഇപ്പോൾ ഡേ 4 പറഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വെച്ചത് സംഭവം ബൈ മിസ്റ്റേക്കിലി അത് പോയതാണ്. അതെന്താ പറയുക, ഞാൻ ലൈവ് എഡിറ്റ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കട്ട് ചെയ്യാന്ന് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞില്ല. ഇത് ഈ ലൈവ് തന്നെ എനിക്ക് സ്പോർട്ടിന് നമ്മൾ ചെയ്താലോ കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ പോയി തോന്നി. അല്ലല്ല സാധനം എവിടെ പോയി സാധനം നമ്മൾ എവിടെ ചത്ത് അയൺ സോഡ് കിട്ടി നമുക്ക്. പിന്നെ പിക്കാസ് കിട്ടീന്. പിന്നെ ചെസ്റ്റ്, ഷീൽഡ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും കിട്ടീന്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമുക്കിതാ ഹെൽമെറ്റ്, ചെസ്റ്റ്, ക്യാപ്പ്, ലെതർ, ഇതൊക്കെ എൻഹാൻസ് ചെയ്ത സാധനങ്ങളാണ്. പിന്നെ ഉള്ളത് ഷീൽഡ് ഉണ്ട് ഗൈസ്. നമുക്ക് പവർ ഓഫ് ഷീൽഡ് ഇത് വേണം. പിന്നെ അത് അയൺ സോഡ് കിട്ടി. ഇതൊക്കെ വില്ലേജേഴ്സിൻ്റെ കിട്ടി കേട്ടോ ഗൈസ്. നമുക്ക് കൊന്നില്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ടൈം കൊണ്ട് വേസ്റ്റ് ആവില്ല. ഇതെന്താ വെച്ചാൽ ഇവിടെ ക്ലീനാക്കൊന്നല്ല ഗൈസ്. നമുക്ക് ഗ്യാസ് ആവശ്യമുണ്ട്. ഓർന്നല്ലോ എന്താണ് തൽക്കാലത്തിന് കട്ടെടുത്ത് പോകും മതിയും തോന്നുന്നു. 21 മതിയാവും തോന്നുന്നു. ഇതോടൊക്കെ പുല്ല് വന്ന് തുടങ്ങുന്നുണ്ട്. പുല്ല് വന്നാലും എനിക്ക് തോന്നുന്നു കളയ്ക്കാൻ കഴിയുള്ളൂ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതിനെന്തായാലും ദിവസം വേണ്ടി വരും. ഇന്നിപ്പോൾ നമുക്ക് വില്ലേജും തപ്പി പോലെ ആർക്കും അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. നമ്മളെന്തായാലും കോർഡിനേറ്റ്സ് എടുത്ത് വെച്ചിരിക്കണ്. ഇപ്പം നമ്മളതിൽ അത്യാവശ്യം എന്തുണ്ട്, നമ്മൾ പിന്നെ ആ കേവ് കയറിയതാ സെറ്റ് ചെയ്തു. ഓവർ സംഭവം പേടിച്ച് ചത്ത് ഞാൻ. തീർന്നു ഭ്രാന്തി. വേറെ സംഭവം അതവിടെ പോയിട്ട് വയസ്സ് അതവിടെ പോയി. ഞാൻ പോയി റീസ്പോൺ ഏരിയ സെറ്റ് ചെയ്യണം. നമ്മളൊരു വട്ടം ഉറങ്ങി കഴിഞ്ഞാൽ റീസ്പോൺ ഏരിയ അവിടെ ആവും. കാരണം ഞാൻ നേരത്തെ
കിടന്ന് ഉറങ്ങുമ്പോൾ, അതായത് ഞാൻ താഴത്ത് പണിയില്ല ഇനി, അപ്പോൾ കിടന്ന് ഉറങ്ങുമ്പോഴായിപ്പോയി ഇവൻ വന്ന ആര് ചതിക്കാൻ ചലിക്കല്ലോ അവൻ്റെ. സ്റ്റോണാണ് കഴിഞ്ഞിപ്പോൾ ആകെ ഇപ്പോൾ തപ്പിപ്പോയി എടുക്കാനൊന്നും കഴിയില്ല. സാധനം എടുക്കണം. നൈറ്റ് ചെയ്താൽ ഇതേമാതിരി ഞാനൊരു പണിയെടുക്കുക ഇനി. ഇപ്പോൾ ബെഡ് നമ്മളെ കയ്യിലുണ്ട്, ഇനി ബെഡ് ഞാൻ ഇവിടെ കൊണ്ട് ഇട്ട് ഇവിടെ കൊണ്ട് കിടന്നു. അതായത് അവിടെയൊക്കെ പുല്ല് കിട്ടാൻ പ്ലേസ്. കിടക്കണം. നമ്മൾ കുറുക്കനെ കണ്ടു. പൂച്ചനെ നമ്മൾ പെറ്റാക്കി, പക്ഷേ പൂച്ചനെ പെറ്റാക്കിയ കൂട്ടിനെ തന്നെ നമുക്ക് അവിടുന്ന് വിടേണ്ടി വന്നു. എനിക്കൊരു വില്ലേജിൽ നിന്ന് ഇനി പൂച്ചനെ കിട്ടി. ഇനി ഞാൻ ഇവിടെ നിന്ന് തന്നെ എടുത്തോണ്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സോംബീസൊക്കെ വരാനായില്ല. വീട് കുഴപ്പമില്ലല്ലോ നമ്മളെ വീട് കാണാൻ. ഈ ബോട്ടിലെ ഐസ് നമ്മൾ ഫുള്ള് പോയി. നമ്മൾ ഐസ്ബർഗിലോടൊക്കെ പോയിനി, സംഭവം സെറ്റ് ചെയ്തതിന് ശേഷം എനിക്കല്ല റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ റിഗ്രറ്റ് അടിക്കുക. ആരെങ്കിലും കളിക്കാനുണ്ടെങ്കിൽ കമന്റ് ഉറങ്ങട്ടെ. എന്താണ് ഇവിടൊക്കെ വരുന്നത്? ഇതാണ് മരങ്ങൾ ഉണ്ടാക്കിയാൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. പുല്ലിനൊക്കെ അത്യാവശ്യം നല്ല കിട്ടേണ്ടതാണ്, പക്ഷെ അതെന്താ അറിയില്ല, പെട്ടെന്ന് വളരില്ല. ജസ്റ്റ് ഒരു ഫണ്ടയച്ചിട്ടുണ്ടെങ്കിൽ ചോറ പരിപാടിയാണ്. ഇതുകൊണ്ട് കളിക്കാൻ കഴിയാൻ അറിയില്ല. നമുക്ക് രണ്ട് സൈഡും കളിച്ചിട്ട് ബാക്കി പാലം, അതാണ് നമ്മളെ ഒരു കോൺസെപ്റ്റ്. വില്ലേജേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ വിചാരിച്ചു, പക്ഷേ ഈ കുട്ടി കപ്പലിൽ തന്നെ ഞാൻ തന്നെ പോകുന്നത് ഒരു കഥയായി. ഈ ഒരു സാധനം കണ്ടോ? കൈൻഡ് വെള്ളം നനഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ അവിടെ വിത്തിടും കഴിക്കാം. നമുക്ക് വിത്തെടുക്കാം. വിത്തിനെ മാറ്റി നല്ലത് വാട്ടർമെലൻ്റെ വിത്താന്ന് തോന്നുന്നു. വാട്ടർമെലൻ്റെ വിത്ത് കിട്ടാം. അത് വാട്ടർമെലൻ അല്ല, ഐസ്. എന്തിൻ്റെ അറിയില്ല, നാപ്പാണുണ്ട്.
ഇത് നമ്മളെ ഉള്ളു ഇപ്പൊ നമുക്ക് ഇതെന്താന്ന് നോക്കിട്ടേ. ഇതുകൊണ്ട് കയ്യ ഇതൊക്കെ എന്താ ഉണ്ടായി വരാൻ എനിക്കറിയില്ല കേട്ടോ. കൊല്ലാൻ പോകുന്നു. നമ്മളവിടൊക്കെ ക്ലീൻ ആക്കി ഇടുന്ന കേട്ടോ. നോക്കി ഇപ്പൊ തന്നെ പുല്ല് വന്ന് എത്തിയില്ലെങ്കിൽ ഓട്ടായി പോകും. വേറെന്തോ ഓക്കെ. ഇതൊക്കെയുള്ളൂ. വേറെ കിട്ടിയില്ല. ഞാൻ ചേട്ടൻ്റെ കയ്യിലെ സാധനം ഇനി നമുക്ക് ഇവിടെ വേലിയൊക്കെ പണിയണം. അതിനാദ്യം വേറെ എന്തൊക്കെ പണികളൊക്കെ ഉണ്ട് ഗൈസ്. മുന്നൊരുത്ത് എന്താ ആവണം നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം വില്ലേജിക്ക് യാത്രയാവണം എന്നുണ്ട്. ബട്ട് ചെയ്യും ഗൈസ്. കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വില്ലേജിലേക്ക് പോവാ. ഗോൾഡൻ ആപ്പിൾ കൊടുത്തിട്ട് കാര്യം. വില്ലേജ് പോയി കുറച്ചും കൂടി വിത്തൊക്കെ എടുക്കാണ്ട് സെറ്റാക്കാണ്ട് കൈസ് നമുക്ക്. പിന്നെ വേറെ സാധനം ഉണ്ട് കൈസ്. അത് നമ്മൾ ചെയ്ത്. ശരി ശരി. ഇതെന്താ സാധനം? നമുക്കൊന്ന് പോയി നട്ട് നോക്കാം. ഇത് ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ പോണ വഴിക്ക് നമുക്ക് കിട്ടിയതാണ്. അത് നമുക്ക് കാണാതെ ഓക്കെ കുഴിച്ചിട്ട് തെറ്റില്ല. ഓക്കെ വളരെ വളരെ വളർന്നു വരൂ. പിന്നെ ചെയ്തോ അതൊക്കെ പിന്നെ ചെയ്തോ. നമുക്ക് ഇനി കപ്പൽ അല്ല ആ ബോട്ട് പോയി എടുത്തിട്ട് നമുക്ക് പോയത്. അത് വളർന്നു നോക്കി പെട്ടെന്ന് പെട്ടെന്ന് വളരുന്നുണ്ടല്ലേ. ഇതാണ് ഞാൻ എപ്പോഴും കൊണ്ടുവരത്തില്ല. ഇത് 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 ഇത്
ഗൈസ് നമുക്ക് ഏകദേശം റേഞ്ച് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസിലാണ് കിടക്കുന്നത്. ഞാൻ ഫോണിൽ ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കാം. അതായത് -185 -700 നമുക്ക് എടുക്കാം. ഇത് നമുക്കിവിടെ വെച്ച് ഗൈസ് പണി പ്ലസ് കിട്ടാനില്ല പോലെ മൈനസ് അത്രയും -685 നോക്കാൻ. അയ്യോ പണി ഒന്ന് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ പോവും. ഇതാവും ആ 4 XP അങ്ങോട്ട് പോവും. ജസ്റ്റ് മിസ് ഇപ്പുറത്ത് ആ മറ്റേ എന്ത് ഞാവൂലിക്ക ആ സാധനം ഉണ്ടായതുകൊണ്ട് ഭാഗ്യം. ഇത് ക്യാരറ്റ് ഒന്നും കിട്ടാനേ ഇല്ല. അത് രണ്ടും വെച്ചിട്ട് നമുക്ക് യാത്ര ആകാം. ഇവിടെ നേരെ ചാടി കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ അങ്ങോട്ട് പോകും. അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. രണ്ട് മൈനസിലോട്ട് കിടക്ക കിടക്കണ്ട്. അപ്പൊ നമ്മൾ അടിച്ചിട്ട് മൈനസിലോട്ട് പോയി. കറക്റ്റ് എത്രാണ് നോക്കേണ്ടി നടക്കാണ് ഇങ്ങോട്ട് വരാം. അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഇത് വേണം. റെസ്പോൺ പോയിന്റ് സെറ്റ്. റെസ്പോണ്ട് എന്തിനാ എവിടെ സെറ്റ് ചെയ്തത്? ആ ബെഡിലുള്ളടത്തോളം കാലം അത് റെസ്പോൺ പോയിന്റ് ആയി ഇപ്പോഴും ബെഡ് അവിടെ പൊട്ടിച്ചാടും. പിന്നെ നമ്മൾ ഒരു പറയാൻ മറന്നു, നമ്മള് ഈ കടലില് ഒരു ഇത് കണ്ട് ഷിപ്പ് കണ്ട് മറ്റേ ഷിപ്പില് ആ ഷിപ്പിന്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ഗോൾഡൻ ആപ്പിൾ കിട്ടി. രണ്ട് ഷിപ്പിന്നും ഗോൾഡൻ ആപ്പിൾ കിട്ടീന്. പിന്നെന്താ പിന്നെ ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ ഐറ്റംസ് നോക്കുന്നു. അങ്ങനത്തെ ഐറ്റംസ് വില്ലേജിൽ നിന്നും കിട്ടിയാണ്, ഇവിടെ നിന്നും കിട്ടീന് കേട്ടോ. ഇതൊക്കെ ഞാൻ എങ്ങനെ വഴി തെറ്റി പോയപ്പോൾ കിട്ടിയതാ. അത് കഴിഞ്ഞ് വഴി നോക്കി വരുമ്പോൾ, അതായത് നമ്മൾ കോർഡിനൻസ് നമുക്ക് കഴിഞ്ഞ ലൈവിൽ നമ്മൾ ഹൗസിന്റെ കോർഡിനൻസ് ഉണ്ടെങ്കിലോ അത് തപ്പാൻ വേണ്ടി ഞാൻ ലൈവ് എടുത്ത് നോക്കി. അപ്പോഴാണ് ലൈവ് പോയില്ല. പിന്നെ ഇനിയിപ്പോൾ ഫസ്റ്റ് തൊട്ട് ഇടാന്നുള്ള നിലക്കായിരുന്നു വിചാരിച്ച്. അപ്പോൾ ലൈവിന്റെ കോർഡിനൻസ് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്ത് നോക്കിങ്ങോട്ട് പോകുന്നു. ആ കോർഡിനൻസ് നോക്കിയിട്ട് തിരിച്ചിങ്ങനെ പോരുന്ന വഴിക്കാണ് ഇത് കണ്ടത്. വില്ലേജ് നമ്മൾ തൊട്ടിയില്ല, ജസ്റ്റ് കോർഡിനൻസ് അവിടെ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. കാരണം നമുക്ക് അപ്പം ടൈമില്ല, എനിക്ക് തീരെ ടൈമില്ല. അപ്പോൾ ഞാൻ ആ ടൈമിന് കോർഡിനൻസ് എടുത്തിട്ട് അങ്ങോട്ട് പോന്നിട്ടുള്ളൂ. ഇവിടെ വെള്ളത്തിൻ്റെ ഇത് കണ്ടോ, അതെന്താന്ന്. പിന്നെ ഒരു മണലിൻ്റെ ഒരു സെറ്റപ്പിൽ നമ്മൾ ഒരു ഈ കപ്പലിൻ്റെ ഒരു മാപ്പ് കിട്ടിയാൽ മതി. ആ മാപ്പ് നമ്മളത് കളഞ്ഞു. ആ മാപ്പിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേസ്, അതേപോലെ കൊള്ളസംഘാതത്തിൻ്റെ ഇതില് അത്രയും വളരെ ചൂടാണല്ലോ. ഓക്കെ എത്ര ഞാൻ അല്ല അങ്ങനല്ല, ഇതായില്ല, എന്താ പറയാ, വില്ലേജിൽ നിന്ന് ഞാൻ അങ്ങോട്ട് സ്പീഡിലാണ് പോകുന്നത്. കുത്തിട്ടാനാവില്ല. ലൈഫ് ആണ്ട് ഇതൊക്കെ ഫുള്ളാണ്. ലൈഫ് പരമായിട്ടൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. കുറെ സോംബി
പംകിൻ അതാ ഇവിടെ ഇവിടെ അടുത്ത എവിടെയോ ആണ്. ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെ എനിക്ക് ദേഷ്യം പിടിച്ച എന്താ പറയുക, നമ്മളെ അടുത്തുണ്ടായിട്ട് നമ്മളെ ഏതോ ഭൂമി 185 700 185 നമുക്ക് ആദ്യം പോകേണ്ടത് 185 നമുക്ക് 700 പോകണം. ദാറ്റ് മീൻസ് ഇത് കൂടാണ്ട് ഒരു പോണ സാധനം പറയും. അതാണെന്ന് തോന്നുന്നു സംബന്ധി. ഈ ഒരു പൊസിഷനിൽ നമ്മൾ നേരെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പം നമ്മൾ 170 ആവണ വരെ 700 ആവണ വരെ. ഓക്കെ എത്ര അടിച്ചിട്ട് നമ്മൾ നേരെ പോകും. എടുത്ത ചിരിച്ചോ, എടുത്ത ചീല ഒന്നാണ് ഇത്. വേറെ വിറ്റെന്ന് വെച്ചാൽ നമ്മളെ വേൾഡിലേക്ക് എൻ്റർ ആയ സ്ഥലമാട്ടോ ഗൈസ്. ലാവൻ്റെ ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഷീൽഡൊക്കെ ഇപ്പം തന്നെ കിട്ടണ ഡേ 3 തന്നെ നമ്മൾ ഷീൽഡിനുള്ള സെറ്റപ്പ് ഉള്ളാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് പ്ലെയറിനെ ഗൈസ് എന്താ കണ്ട് ഇവിടെ അടുത്തേടോ ആണ്. ഈ ഒരു പ്രദേശമാണ്. ജംഗിൾ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ജംഗിളാണോ അതോ 700 എന്നല്ലേ ഞാൻ പറഞ്ഞത്. 700 മറ്റേ ഏകദേശം റെഡി ആയിരുന്നു. ഏകദേശം ഈ റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ കിട്ടും ആണല്ലോ. കാരണം കാണിച്ചത് വിചാരിക്കേണ്ട നമ്മളെ സ്ക്രിപ്റ്റൊന്നുമല്ല ഇത്. ഞാൻ തിരിച്ചു വരുമ്പോ കണ്ട ഒരു മരം കടപുഴകി വീഴുകയില്ല. അയൺ സോഡിന്റെ ഇതാ പോയി കുറുക്കനെ പണ്ടൊക്കെ കഴിയുന്നുണ്ടപ്പോ പറഞ്ഞായിരിക്കും. അപ്പൊ അയൺ ഗോളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മള് ഇവരെ ദ്രോഹിക്കാനൊന്നും നമ്മൾ നിൽക്കണില്ല. ബിക്കോസ് നമുക്ക് നമ്മളെ വീടിന്റെ അടുത്തുള്ള ഇതാണ്. അയണ് ഗോൾഡ് എന്തൊക്കെ വേണ്ടിയുള്ളത്. ആപ്പിൾ അയ്യോ ഒന്നും വിചാരിക്കില്ല മറ്റേ ഇവിടെ കടക്കില്ലല്ലോ. മാറി അയൺ ഗോളത്തിനാണ് പറഞ്ഞോടത്തല്ലേ. ഞാൻ വാളും പിടിച്ചു വരുന്നുണ്ട്, ആരും പേടിക്കണ്ട. ഇവിടെ എന്തൊക്കെ ഉള്ളത് ഗൈസ്? ഇവന്റെ എന്തൊക്കെ ഗൈസ്? ഇവന്റെ ബ്ലാക്ക് വുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എമറാൾഡ് കിട്ടും. ഇതിന്റെ ബ്ലാക്ക് ചെസ്റ്റ് ബോക്സ് ഒന്നും ഇല്ലടോ നമുക്ക്. എൻകോളം വന്നാ ഇതൊക്കെ ആവശ്യം വരും. നമ്മള് ലൂട്ടടിക്കാന്ന് വിചാരിക്കരുത്. ഇല്ലല്ലോ ഒന്നുമില്ല.
നമ്മൾ മൊത്തത്തിൽ ലൂട്ടടിച്ച് പോവുക. പിന്നെ രസം വന്നിട്ട് ചെസ്റ്റ് ബോക്സ് ഉണ്ട്. ചെസ്റ്റ് ബോക്സ് ഉരുളൊക്കെ കാണല്ലോ. മറ്റേ മെയിൻ മരൊക്കെ കിടക്കട്ടെ. കുറച്ച് തടി കിട്ടിയാണ്. എന്ത് മാലെ വീടിന്റെ മരം കുഴിച്ചിട്ടില്ല. നമ്മൾ ഏതൊക്കെ വീടാ എന്ന് നോക്കണം. നമ്മൾ ആ വീട് ഈ വീട് നോക്കി, ഈ വീട് നോക്കി, ഈ വീട് നോക്കി നമുക്ക് കയറേണ്ടത്. നമ്മള് മൊത്തത്തിൽ ലൂട്ടടിച്ച് പോകുന്നുള്ളൂ. മറ്റേമാതിരി നമ്മള് വില്ലേജസിനെ കൊല്ലണം ഇതൊക്കെ ഒന്നും ആക്കണില്ല ഗൈസ്. ഉരുളൊക്കെ മുത്തേ പന്നേക്കാരളെ എല്ലാരും വീട്ടിൽ പടച്ചോ അടിച്ചു പോയല്ലോ. ഞാനുണ്ട് ഇല്ലാത്ത വീട് വേണ്ട. അടിച്ചത് വീട്ടടിച്ചത് ദൂരൊക്കെ മണി അടിച്ചു കഴിഞ്ഞാൽ എന്തോ സീൻ ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താണ് എല്ലാവരും വീട്ടിൻ്റെ അകത്ത് വരും. തൊക്കടോ കൊണ്ട് ലൂട്ടടിക്കും. ഈ ബണ്ണ് എങ്ങനെ ഉണ്ടാക്കുന്ന ഐസ് പഠിക്കണം. കിടക്കട്ടെ. മരൊന്നും വെട്ടാനാവില്ല. കുറച്ച് ഇതെന്താ ഐസ്? ഇതാണ് പംകിൻ സീഡ്. ഇതന്നെയാണ് ഐസ് പംകിൻ സീഡ്. കുറച്ച് പംകിൻ സീഡ് കിട്ടിയത്. ഇതാണ് എനിക്ക് വേണ്ടി. ഇതെന്തൊക്കെ സാധനങ്ങൾ ഐസ്? ഇത് മറ്റേത്. ഇത് നമ്മളെല്ലാ സാധനങ്ങളും കാണണ്ടേ. ഞാൻ പുതിയ വില്ലേജ് ഞാൻ വരുന്ന വയ്ക്കാൻ ഡീൽ ചെയ്യും. അതെടുത്ത് അത് നമ്മള് അവിടുന്ന് ലൂട്ടടിച്ച് പോകുന്നില്ല. അത് ഞാൻ അവിടുന്ന് ലൂട്ടടിച്ചു. ഇത് അടുത്ത അയൺകോളത്തിനെ തട്ടി കുറച്ച് അയണും എടുത്ത് ഇവിടുന്ന് തട്ടാൻ പോവാ. ഇവിടുന്ന് തട്ടൂല. ഇത് നമുക്ക് ആവശ്യമുള്ള വില്ലേജാ. കാട്ടിന്റെ ഉള്ളിലെടുത്ത് കാട്ടിന്റെ ഉള്ളിൽ എന്റെ മോനെ സാൻഡ് കിട്ടി. പവർ എങ്ങനെ ഇല്ലടാ. നമ്മള് വയ്യെറ്റി പോയില്ല ഇന്നത്തെ ലൈവില്. അവിടുന്ന് ഒരു ഇത് കിട്ടീനി വില്ലേജ് ഫസ്റ്റ് കിട്ടി. അതെന്നാ പറയണേ. ആ വില്ലേജ് ഞാൻ അടിച്ചു പൊട്ടിച്ച്. ആ വില്ലേജിൽ ലൂട്ടും അടിച്ച്. പിന്നെ അയൺകോളത്തിനെ കൊന്ന്. അതല്ല ഈ ഇപ്പൊ ലൈവിന് മുമ്പ് ഇങ്ങനെ പെട്ടെന്ന് അത് ഈ മൊത്തം ഒട്ടതൊക്കെ തീർത്ത് അപ്പൊ ഇതോ ചാമ്പ്യായി. ഞാൻ വയസ്സ് നമുക്ക് ഇവിടുത്തെ പോലെ ആൾക്കാരെ തൊട്ട അയൺകോളം വരൂലേ കിടക്കണ്ട. അത് അപ്പൊ ഞാൻ ആ കോർഡിനേറ്റ്സ് നോക്കി വെച്ച് വന്നതാണ് പറയാ. രണ്ടാമത്തെ മനസ്സിലായോ? അങ്ങോട്ട് പോവാ. ഇനിയിപ്പോ എന്റെ അടുത്താണ്. നമുക്ക് എന്തായാലും ഒരു വില്ലേജ് വേണല്ലോ. എന്റെ വീടിന്റെ അടുത്താ വീട് കണ്ട വീട്. എന്റെ വീടോ? എന്റെ വീട് എടാ പൊട്ട. ഞാൻ നേരത്തെ കഴിഞ്ഞതിലേ ലൈവ് ചെയ്യുന്ന പിന്നെ കളിച്ചില്ലേ, അതിൽ ഞാൻ വീടൊക്കെ കണ്ടെത്തി. എനിക്കവിടെ നിൽക്കാൻ സ്ഥലമുണ്ടോ? അതില് വീടൊക്കെ ഞാൻ കണ്ടെത്തി. അവിടെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത്. മനസ്സിലായോ? അപ്പൊ തളക്കം തന്നാ പറഞ്ഞാ മനസ്സിലാവും. അതല്ല ഈ കാടിന്റെ ഉള്ളിലുള്ള ഇതാ പ്രശ്നം. ആ ചെടിയല്ല അപ്പൊ നേരത്തെ പ്രശ്നമായത്. ഈ കാടിന്റെ ഉള്ളിലുള്ള പ്രശ്നം എന്താ അറിയോ? റെയ്ഡ് വേഗം വരൂ. റെയ്ഡ്
റൈഡ് വന്നോട്ടെ, നമുക്ക് നമ്മള് പോവാണ്, നമുക്ക് ആവശ്യമുള്ള. ഓ സോറി സോറി, ഇവനോട് റൈഡ് എന്താ വിട്ടു കോള്, പക്ഷെ കോള് നമ്മളെ ഇല്ലല്ലോ. 15 കോൾ കൊടുത്തിട്ട് ഓ അയൺ ആക്സ് കിട്ടും. എമറാൾഡ് 15 30 30 40 കുറച്ച് കാണല്ലേ. കോള് നമ്മളെ വീട്ടിലുണ്ട്, അവരൊക്കെ അറിയട്ടെ. അങ്ങനൊന്നും ഇല്ല, തലാട്ടില്ല. അയൻകോളം എനിക്ക് ആവശ്യമുണ്ട്. അയൻകോളം വില മറ്റേ ഇവര് വന്ന് കൊന്നു കഴിഞ്ഞാലോ. പിന്നെന്തിനാ അവിടെ ഞാൻ എടാ ഒബ്സിഡിയോ അല്ലല്ലേ, ഒബ്സിഡിയല്ല, ഒബ്സിഡിയാണ് അപ്പുറത്ത് അയൻകോളം. ഒബ്സിഡി ആണെങ്കിലേ മറ്റവന്റെ പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാം, പോവാന്നാല്. ഇവിടെ സെറ്റപ്പ് ആണ്. അവര് ആടുകളൊക്കെ മേയ്ക്കുന്നുണ്ട്, ആടുകളുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളിപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാത്തിലും നമുക്ക് തിരിച്ചു പോവാ. 69 70 79 അത് മാത്രം കിട്ടണം സെറ്റിംഗ്. അല്ല ഇജ്ജ് പറഞ്ഞില്ല ഇത് ഞാൻ വീട്ടിലുള്ള വൈകി അറിയൂ. വീട്ടിൽ ഇപ്പൊ എന്റെ വീട് തെറ്റിപ്പോയി ഞങ്ങക്ക്. അവക്ക് അവിടെ തിരിച്ചു പോണെങ്കിൽ വീടുള്ള സ്ഥലമൊക്കെ അറിയൂലേ. അറിയാം. കുറച്ച് വെള്ളത്തിൽ കൂടെ കുറച്ച് ഡിസ്പ്ലേ അവിടെ കാണിക്കുന്നത് 1920 900 ഇതൊന്നും കാണിക്കില്ലല്ലോ. ആകെ ഒരു ഇതല്ലോ കാണിക്കില്ല അവിടെ. അതാ പറഞ്ഞ എന്താ സെറ്റിംഗ്സ് ഓണാക്കണം. ഇതിപ്പോ ഏതാ നോക്കല് സാധാരണ നമ്മൾ ഏതാ നോക്കണ്ടേ? അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ അതാ നോക്കണ്ടേ. മൈനസ് ഈ നെയിം കാർഡ് എവിടെങ്കിൽ ഇട്ടോളൂ. ആ പൂച്ചനെ ഒന്ന് നായോ നായയെ കിട്ടിയില്ല. നായിന് 2 കൊടുത്ത നായി നന്ദിയില്ലാത്ത നായ പോയി. ഇന്ത്യയിൽ ആകെ 2 ഉള്ളൂ. കാര്യം ചെയ്താല് ക്രിയേറ്റീവ് ആയിട്ട് കുറെ ജീവികളെ അത് അതിലും എടുത്തില്ല. ക്രിയേറ്റീവ് ആണെങ്കിൽ മറ്റേ ഡിലീറ്റ് ആയി. ഇതിന്റെ ഒരു ഇപ്പൊ നമുക്കൊരു വേൾഡ് കിട്ടിയായിരിച്ചോ, അതിന്റെ തന്നെ ക്രിയേറ്റീവ് വേറെ എടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ വില്ലേജ് അവിടെ ഉള്ള നോക്കിയിട്ട് അവിടുത്തെ ഓഡിയൻസ് നോക്കിയിട്ട് ഇതിൽ വന്ന് ചെയ്താൽ മതിയല്ലോ. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ കഴിയുന്നില്ല. ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് ഓഡിയൻസ് നോക്കി വരുന്ന വഴിക്ക് കിട്ടിയതും 16 200. ഇവിടെ ഒരു കുയ്യുണ്ട്, അതാണ് എനിക്ക് പേടി. നേരെ ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ പോയപ്പോ ഇവിടെ ഒരു സാധനം ഉണ്ടാവുന്നുണ്ട്. മറ്റേ ഇതിന് മാന്ത്രികേ മഷ്റൂമോ തന്നെ ഈ ഇതില്ല മാന്ത്രികവാദി ഈ ഇതൊക്കെ ഇല്ലേ, ഈ ചില കാർട്ടൂണ് സിനിമയിലൊക്കെ ഉണ്ടാവില്ല എന്തിന് മാന്ത്രികതേ പ്രേതം ആ സാധനല്ലേ. അതിന് മലയാളത്തിൽ എന്താ അറിയില്ലേ? മാന്ത്രികേ അങ്ങനെ അറിയില്ലേ? മാന്ത്രികദേവതേ ഒരു മറ്റേ ചൂലിൽ ഇങ്ങനെ കുറിച്ചോ ഈ വിത്ത് അറിയാം. മറ്റേ മാന്ത്രിക മറ്റേ ഒരു ചൂലിലൊക്കെ ഇങ്ങനെ വരും, നീണ്ട മൂക്കില്ല. മറ്റേ ഇതിന്റെ പേര് അത് ശൈത്താനായ മാന്ത്രികദേവത. അല്ലടാ, അങ്ങനത്തെ സാധനത്തിന് എന്തോന്ന് പേര് പറയല്ലേ? മാന്ത്രികദേവത ഇതൊരു വിച്ച് എന്നാണ് ഇംഗ്ലീഷ്, എനിക്കറിയാം. മായോ എടാ ഈ നമ്മളെ ഇതില്ല എന്താ പറയാ, മന്ത്രവാദി ഉണ്ടാവും. അതിന്റെ വീട് നമ്മളെ വീട് ഒന്ന് കത്തിക്കും അറിയോ? നമുക്ക് ഏതൊരു വട്ടം നമ്മളത് ആയിണ്ട്. അങ്ങനെ റിച്ചിന്റെ ചാനലുണ്ട്. റിച്ചിന്റെ വീട് ഇനി ഓ മരത്തോണ്ട് വീടുണ്ടാക്കി. എന്നിട്ട് റിച്ച് പിന്നെ പോകുന്ന സമയത്ത് ഒരു വെള്ളത്തില് അതിന്റെ വീട് കണ്ട്. എന്നിട്ട് അത് കണ്ടപ്പോ അവൻ അതിന്റെ ഉള്ളിൽ കേറുക ചെയ്ത്. എനിക്ക് ആളുള്ളത് പണ്ട് നമ്മൾ ടാബ് കളിക്കുന്ന സമയത്ത് റിച്ചിന്റെ ഉള്ളില് ടാബിന്റെ എഡിഷൻ തന്നെ വേറെ വിച്ച് പറഞ്ഞ സാധനം വരുന്നത്.
കിടക്കുന്ന നമ്മുടെ വീട്. ആ റേഞ്ചിലാണ് നമ്മളെ വീട് കിടക്കുക. സ്പോട്ടിഫൈ ആയിട്ടുള്ളത് എന്റെ വീട് കാണാതെ കേറിണ്ട്. മൂന്നട്ട കാണാതെ എന്നിട്ട് കേറിയില്ലേ. ആ കുതിരനെ കിട്ടി. എടാ കുതിര ആപ്പിൾ കൊടുത്തിട്ട് റെഡിയാക്കല്ലേ. ഞാൻ ഏതൊരു വട്ടം നോക്കിണ്ട് ആപ്പിൾ കൊടുക്കാൻ മോനെ ഫുൾ സാധനം. ആപ്പിൾ ഏത് കുതിരാണല്ലേ? പുള്ളി രസം ഉണ്ടാവില്ല. മുത്ത ആപ്പിൾ. എടാ ഒന്ന് ഞാൻ തിന്നല്ലോ. വേറെന്തൊക്കെ ഗോൾഡൻ എന്നെ വീട്ടില് എടാ ദേടാ എന്തേ കുയിൽ വീണായ പോയി. അതെടുക്കാൻ ഷെൽട്ടോ എന്താ ഷെല്ല്? എടാ വെള്ളം എന്ത് ചെയ്യൂ? വെള്ളം കണ്ടല്ലോ. വെള്ളം ഇല്ല, വെള്ളം ഉണ്ടാവില്ലേ പഠിച്ചോണ. എന്റെ വീട് താടാ. എവിടെ താടാ അതിന്റെ മുകളിൽ. ഇതാണ് എന്റെ വീട്. അല്ലടാ എന്റെ കുതിരനെ കെട്ടാൻ സ്ഥലല്ല. എന്താ ചെയ്യാ? കെട്ടണോ? മരത്തിന്റെ അവിടെ ഇട്ടിച്ചോ. കെട്ടാൻ കയറില്ലാന്ന് കിട്ടോ. താളക്കം ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ക്രിയേറ്റീവ് എടുക്കാൻ നോക്കുക. അത് ഇവിടെ വെച്ചോട് ഷെൽട്ടർ എടുത്ത് വെച്ച ടൈമില് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഞാൻ വേഗം വണ്ടി പോയിട്ട് ക്രാഫ്റ്റിംഗ് ടോപ്പിൽ നിന്ന് ഉണ്ടാക്കിയത് പോയെല്ലാം പോവേ. ശരിയല്ലേ? അതിപ്പോ വില്ലേജിൽ നിന്ന് ആറ്റുനോറ്റ് കിട്ടിയതായി. കുതിര ഒന്ന് പോയാൽ രണ്ടാമത്തെ കിട്ടും. സോളിഡോ അങ്ങനെന്താ അതെന്താ സാധനം അറിയാം എനിക്ക്. ഞാൻ അവിടെ വെച്ചാ മറ്റേ നേരത്തെ കൊടുക്കണ അത് തിന്നാ വേഗം ലൈഫ് കിട്ടുന്നുണ്ടല്ലോ. സ്വീറ്റ് ബെറീസ്. ഒന്നിനൊന്നാ കൂടുന്നു. വത്തക്കൊക്കെ തിന്നാ കാണാം. ഞാൻ വീടായിട്ടേക്കും. ഇതിപ്പോ ഞാൻ ചത്ത കഴിഞ്ഞാൽ എന്താ സംഭവിക്ക? വില്ലേജ് പോയി പോണോ? അതിനെ ഇവര് വീടാ. എടാ ഞമ്മളൊക്കെ ആധുനിക മനുഷ്യരാണ്. എന്താ നമ്മൾ ഉണ്ടാക്കാൻ വന്നേ? കയറുണ്ടാക്കാനില്ലല്ലോ. കയറുണ്ടാക്കാനില്ല. കയറിനെന്താ പറയാ? ലെതർ ഹോസ്. എടാ ഇങ്ങനെ ഉണ്ടാക്കിയ ലെതർ ഹോസ് ആയടാ. എന്താണ് ഈ പറയാ? എന്താ വന്നു? എടാ കയറുണ്ടാക്കാനില്ലല്ലോ. ഓ കയറൊക്കെ ഉണ്ടാക്കാൻ കയറുണ്ടാക്കാൻ അടിച്ചോക്ക് അടിച്ചോക്ക്. കയറിന് എന്തേലും പറയേ? കയറിനെന്താ അടിച്ചോക്ക്? ലീസല്ലേ? കയറിന് സിമ്പിളല്ലോ. കയറുണ്ടാക്കാൻ പിന്നെ ഉണ്ടാക്കാൻ അയ്യാത്തൊന്നും ഇതിലുണ്ടാവില്ല. ഒബ്സിഡിയം പിന്നെ അങ്ങനെ തീരെ അങ്ങനെ ഇതിനായി എടുക്കുക. കയർ അങ്ങനെ എടുക്കുന്നതാ. ഇതെന്താ ഇത്? ക്യാരറ്റിന്റെ ആണ്. എവിടെ ഉണ്ടോക്ക്? ആ ചങ്ങലൊക്കെ പിന്നെ ഉണ്ടാക്കാൻ ചെയ്യുന്നല്ലേ? ഇതൊക്കെ കല്ലിന്റെ ആണ്. ഇതിലുണ്ടാവോ? പിന്നെ ഇതില നോക്കി നോക്ക്. അല്ല ഇതിലുണ്ടാവുക. അതിൽ 8 താഴ്ചതായിരിക്കും. 9 ഉണ്ട്. അന്ന് അതിൽ തന്നെ ഉണ്ടാവുക. ഇത് മിക്സാണ് അല്ലേ? ഹോളാണിത്. അതാ എടേ ഇപ്പൊ 2 കമ്പുള്ള എന്താ സ്റ്റിക്കാണ്. അതിന്റെ അടിയത്തെ എന്താ? അതിന്റെ ചങ്ങല ചെയിൻ. കയറിന്റെ ഇംഗ്ലീഷ് എന്തേനി? രാത്രി കുതിര പോയി. കയറിന്റെ ഇംഗ്ലീഷ് കുതിര അങ്ങനെ ആക്ക്. ബി ആക്ക്. ബി അല്ല സി ആ. ഞാനേ കിടന്നുറങ്ങട്ടെ. ഈ ഒന്ന് യൂട്യൂബിൽ അടിച്ചു പോകും.
എടാ കയറിന്റെ ഇംഗ്ലീഷ് അടിച്ചു നോക്കിയ പ്രശ്നം ഇല്ലേ? എന്നിട്ട് നമ്മൾ അവിടെ അടിച്ചു നോക്ക കയർ മിനി ലെതറോ അങ്ങനെന്തോന്നല്ലേ? എന്താ കളിക്കലാമല്ലേ? വേണ്ട വീണ ഞാൻ അതല്ലേ ഈ റബ്ബർ വേണം, മനസ്സിലായോ? റബ്ബറല്ല റബ്ബർ വേണം ഇനി. റബ്ബറല്ല റബ്ബറല്ല, ഒരു വൈറ്റ് സ്ലിം വേണം. സ്ലിം അല്ല അത് സ്ലിം ആട്ടോ ഈ ചളിക്കണ്ട. ഞാൻ പറഞ്ഞിട്ട് എന്താണ് എന്റെ പേരിക്കല്ല ചലന്തി വല ആണോ? ചലന്തി വല എന്റെ ഉണ്ട്, കണ്ടമാനുണ്ട്. ഞാനിപ്പോ അതിനല്ല വന്നത്. ചലന്തി വല ഉണ്ട്, പക്ഷെ ഇത് വേണം. അല്ല ഞാൻ എന്തേ എടുക്കാന്നേ? എന്നാ കുറച്ച് താൻ എടുത്തച്ചാളേ ടെസ്റ്റ് ബോക്സ് ഉണ്ടാക്കിയിട്ട്. ടെസ്റ്റ് ബോക്സ് അത് അവിടെ ഉണ്ടല്ലോ, ഞാൻ വെറുതെ പൈസ കൊടുത്ത് കളയണ്ടല്ലോ വിചാരിച്ചു. ലൈറ്റ് ഒക്കെ എടുത്തച്ചാളി. ലേറ്റ് ആവശ്യമുണ്ട്. ഇത് അത് ഗോൾഡ് ഒക്കെ എടുത്തച്ചാളേ. വരട്ടെ ബോസേ, ഞാൻ എടുത്തട്ടെ. നമുക്കിനി ഭക്ഷണ സാധനം തരുമല്ലോ. ഭക്ഷണങ്ങൾ ഇറക്കട്ടെ. ഇതിനെന്തെടുത്താ കണ്ടത്? വേറെ ഒന്നും എടുത്താ കണ്ടല്ലോ. ആ തല ചെറിയ തല, ആ ലൈറ്റിന്റെ അടിയുള്ളേ. ഇനി പഴയണല്ലോ. ഇനി മൈൻഡ് ചെയ്യും. എടാ മണ്ട, നമ്മളെന്തിനാ വന്നേ? മനസ്സിലായോ? അയണൊക്കെ ഇന്ത്യയിൽ 28 നമ്മളെന്തിനാ വരുന്നേ? നമ്മളെന്തിനാ അറിയാം വന്നേ? വേലി ഉണ്ടാക്കാൻ. ഒക്കെ എന്താ മൈൻഡ് ചെയ്തിട്ടത്? ഇന്നലെ തന്നെ മനുഷ്യന് ബോധം പോയി. വടി വേണം. എത്രണ്ണം വേണ്ടി വരും? ഒരു 10 പോലെ. കുതിര അതിന്റെ മുകളിൽ കൂടെ എടുത്ത് ചാടുവോ? അത്രയൊക്കെ മതി, ഉണ്ടാക്കിയതായില്ലേ നോക്കാം. ഓക്കെ, ഇനി ഇതിന്റെ വാതിൽ വേണ്ടേ? വാതിൽ എന്താ വേണ്ടി? വാതിലിനെ 2 വെക്കലല്ലേ? അതാ വെയിറ്റ്. വെള്ളത്തിന്റെ അപ്പുറത്ത് ഉണ്ടാക്കിക്കോ. അതിപ്പോ ഇനി ഈ പറയണ ഒട്ട കുതിര ഇതിന്റെ മുക്കി പോയി. ഞാൻ ഇവിടെ ആണെങ്കിൽ നട്ടും പോയി. ഇതേ പക്ഷെ കുതിര അവിടെ വെച്ച് കഴിഞ്ഞാല് മറ്റേ ഇത് വരൂലേ, നിങ്ങൾ സോംബിയും സ്കൾട്ടനൊക്കെ അവിടെ വരുന്നതാണ്. അങ്ങനത്തെ എന്ത് ഡ്രസ് അത് എൻഷാൻഡ് ചെയ്താ പൊട്ടാ. മറ്റേ സോംബികൾ ഒട്ടാണല്ലോ സോംബിന്റെ അടുത്ത് വരാന്. ഒരു കുതിരല്ലേ ഇത്ര തിളക്കണത്? കുതിരക്ക് എന്താ കൊടുക്കല്? പുല്ല്, പിന്നെ ആപ്പിള്, ഗോൾഡൻ ആപ്പിള്, പിന്നെന്താ ഗോൾഡ് ആപ്പിൾ അതിനിപ്പോ തീറ്റിപ്പിച്ചറിയാന്. അത് കിട്ടൂല നമുക്ക്. എന്ത് ഇപ്പൊ പൊട്ടിച്ച് കൈ കൊണ്ട് പൊട്ടിച്ചാൽ കിട്ടലുണ്ടാവൂല. അത് മതിയോ? അതാണ് നെൽത്തത് എടുക്കുന്ന വേലി. വേലിട്ട് കഴിഞ്ഞ് എന്തേ ചാടിപ്പിക്ക്. അല്ലടാ ഇതിന്റെ കൂടെ കയറണല്ലോ. 2 വാതില് വെക്കലുണ്ട്. സീനൊന്നുമില്ല, നമുക്ക് അകത്ത് കയറ്റാൻ തരേണ്ടി. ഇതിന് തീരെ പവർ ഇല്ലോക്ക്. കേറി അല്ല പുറത്തേക്ക് ചാടാൻ കഴിഞ്ഞ നോക്കട്ടെ. പേര് ഒന്നും കൂടി വേണ്ടി വരില്ല. എന്നാല് വേലിയല്ല, പേരിയാണ് വേണ്ടി ഒന്നും കൂടി. വേലിയോ വാതില് ഞാൻ 2 ഉണ്ടാക്കാൻ നിന്ന. അപ്പൊ ഇനി വേണം ഉണ്ടാക്കിയാ പോയി. ഇനിയിപ്പോ ഇതിന്റെ മുകളിൽ പട്ടി പിടിച്ച് കയറണ്ടേ? ഇല കൂടെ വെച്ച് കോണിന്റെ ആവുമ്പത്തിനാടാ ഇല കൂടെ അവിടെ ഡ്രാഫ്റ്റിംഗ്. എനിക്ക് മൈനിങ് ഏരിയക്ക് പോകുമ്പോ ഇതന്നെ മൈനിങ് ഏരിയ. അതിന്റെ ഉള്ളത് സെറ്റപ്പ് ചെയ്യണ്ടില്ലല്ലോ.
ഇനി അടുത്ത അങ്ങോട്ട് പോകും. മൈനേരിക്ക് ഇന്ന് ഞാനില്ല. എന്താ മൈനേരി താഴോട്ടല്ലേ ഇജ്ജ് എന്താ നേരെ ആരാ അങ്ങോട്ടാണ് താഴോട്ട് പോയിട്ട് അതിന്റെ താഴോട്ടല്ലാന്ന് ആരാ പറഞ്ഞേ? പിന്നെ ആ കണ്ടാ ശരിയല്ലാട്ടല്ലാതെ അത് താഴോട്ടാണ് പൊട്ട. നീ നേരെ ആദ്യേ താഴോട്ട് എടുക്കരുത്. കാരണം എന്താ അവിടെ വെള്ളമാണ്. ഏത് ഭാഗത്ത് കൂടെ വെള്ളം ഞാൻ അങ്ങനെ താഴോട്ട് ഇങ്ങനെ കുഴിച്ചു പോകുമ്പോ വെള്ളമോ അല്ലെങ്കിൽ വലിയ അതിന്റെ അടുത്ത് വലിയ ഊഹ ഉണ്ടോ ഈ ഇപ്പൊ മൈനേരി കാണിച്ചു തന്നെ അതിന്റെ ഉള്ള സെറ്റപ്പ് വിട്ട് കാണട്ടെ. പൈസ നമ്മൾ കുതിരാൻ സെറ്റാക്കി. നെക്സ്റ്റ് നമുക്ക് ആടുകളൊക്കെ സെറ്റാക്കാണ്ട്. ഞാൻ വേറെ നമ്മൾ ചെയ്യാൻ വിചാരിച്ചോ. ഈ ആട് കാണോ എന്നാ പോട്ടെ. അടിയിൽ ഒരു മീനിന്റെ ഇതാക്കിട്ട് ഒരു ഗ്ലാസിന്റെ മീന് അത് കിട്ടൂല. നട്ടച്ചറി ബൈക്കിൽ അട്ടക്കത മുള തന്നെ വലുതായിട്ടുണ്ട്. മുളൊക്കെ പറിക്കാനായി. മുള കുറഞ്ഞു രസം ഉണ്ടാവും. അവിടെ ഒന്ന് ക്ലീൻ ആക്കണ്ടല്ലോ. ഈ മുള രാജ്യത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് ഞാൻ കൊണ്ടുവന്നതായി. ഏതായാലും ഗ്യാസൊക്കെ വെറുതെ കളിക്കാറ്. പോരെ നീ മൈനീനെ ഓ പോകുന്ന രസമുണ്ട്. ഒന്ന് ഇത് ഒരു മൈനിങ് ഏരിയ ആണ്. ഇത് താഴെ ഇതൊന്ന്. അല്ല ഇതിന്റെ ഉള്ളില് വേറെ സെറ്റപ്പ് ഇല്ല. ഇത് രണ്ട്. പക്ഷെ നമ്മളങ്ങനെ നമ്മൾ കുറച്ച് നല്ലോണം ഒരു അടിയിലേക്ക് വരും. നമ്മക്ക് കണക്കുണ്ട്. -11 പോയിട്ട് വയ്ക്കും. കണ്ടോ മറ്റേ ഇവിടെ മൊത്തം ഇതാണ്. ഇത് വെള്ളം ഗുഹകളാ. എങ്ങനെ -11 പോയിട്ട് അവിടെ ചെറിയ വലിയ റൂം ഉണ്ടാക്കൂ. അവിടെ കൊറേ എന്തിനാ പെട്ടിക്ക് എന്തിനാ അതില് ഒരു പെട്ടി വെക്കൂല സാധനങ്ങൾ തട്ടാൻ. ഒരു ഗുഹയൊക്കെ എത്തി കേട്ടോ. ഇത് ഫുള്ള് ഞാൻ ഗുഹയൊക്കെ എക്സ്പ്ലോർ ചെയ്തതാ. അയണ ഞാൻ വേറെ എന്തോ ചെയ്യാൻ വെച്ചാടാ. കുക്ക് ചെയ്യണം. ഇതിൽ ഫുള്ള് സാധനങ്ങൾ ഇതൊക്കെ കുക്ക് ചെയ്തെടുക്കാണ്ട്. -11 പോടാ ഇതിനൊക്കെ എത്രയാ? ഇത് ചെറുങ്ങനുണ്ട്. -11 പോയിട്ട് മൊത്തം നേരെ പോവാ നമ്മള്. അറിയില്ല നല്ല ഓർമ്മണ്ട്. എന്നിട്ട് അവിടത്തെ -11 എത്ര നമ്മള് ചാവിടാ. കാരണം അങ്ങനെ താഴെ തന്നെ എങ്ങനെ അറിയോ? വെള്ളം ഒഴിച്ചിട്ടാണ് ഇറങ്ങി. അത് ചാവൂ. ഇപ്പൊ അടി കൂടെ ഗുഹ പോകണ്ട് വിചാരിച്ചോ. അപ്പൊ എന്താ എനിക്കിത് കയറുമ്പോ കറക്റ്റ് കേട്ടതില്ലേ. ഇങ്ങോട്ടൊക്കെ ഉള്ള റെയിൽവേ വെക്ക്. റെയിൽവേ എനിക്ക് എഴുതാറ് കിട്ടിയ കുക്കിംഗ് നടക്കുന്നില്ല. കോള് കാണണം കുക്ക് ചെയ്യാൻ. ഞാൻ എപ്പോഴാ അറിയില്ല. പിന്നെ കോള് വെക്കോ. കോളും അല്ല മരം എന്തോ കിട്ടിയാലും മതിയല്ലോ. മരം കിട്ടിയാൽ മതി. അന്ന് എന്ത് തോന്നുന്നു മരം മതി തോന്നി. സ്റ്റിക്കോ അങ്ങനെ മരം മതി. ഫുഡ് ഇതെന്താണോ? റാവ് കൂപ്പർ. ഇതെന്താ സാധനം? അവര് പറഞ്ഞ ശരിയാണോ നോക്കട്ടെ. ആരോട്? അതിന്റെ ഒപ്പം വേറെ ആരുണ്ടോ? കുഴപ്പമില്ലല്ലോ. എന്ത് സാധനോ? നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ കിട്ടുമോ? നമ്മളെ ഫുഡ് ഉണ്ട് ഗൈസ്. ഫുഡ് പോയി റാവ്
ഇതൊക്കെ പറയാനോ guys. ഇതിനോട് കണ്ടൊക്കെ ഉണ്ടാക്കാൻ ചെയ്യാം എന്താ സൂപ്പറായ ഇത് വേറെ ഇതാണ് വാട്ടർമെലൻ ഇതെന്താണ് ഇതെന്തോ ഇതന്നെ എടാ മണ്ട ഇതെന്താ പറയാ സാധനം നൈറ്റായി അറിയപ്പെടുന്ന അങ്ങനത്തെ ടീക്ക് പവർ സാധനം തന്നെ ഉണ്ടാക്കടാ ഇനിയാണ് പിടിക്കണം അതിനാദ്യം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആടിനൊക്കെ എന്താ കൊടുത്തു എടാ ഈ പശുവിനെ എങ്ങനെ വിളിച്ചോണ്ടല്ലേ ഇത് കാണിച്ചിട്ടല്ലേ വിളിച്ചോണ്ടല്ലോ നമ്മള് അതിനാദ്യം ഇത് ഉണ്ടാക്കണം കുറച്ച് വേലികൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം പണി കിട്ടിയാലോ കുഴപ്പമൊന്നുമില്ല കാരണം ഈ അക്കൗണ്ടിൽ വേറെ ആരും എടുത്തില്ല വൈഫ് എടുക്കാണ്ടൊക്കെ ആഹാ അത് മാത്രം അറിഞ്ഞു എന്ത് വോയിസവന്റെ കുറച്ചല്ലേ എന്താ കാര്യം വോയിസ് ഫുള്ളാണ് അറിഞ്ഞ കാണുമ്പോ ടാബ് അടിക്കുന്നതായിരിക്കും ടാബ് അടിക്കുന്നതായിരിക്കും ടാബ് അടിക്കാൻ ഇവിടുത്തെ വൈറ്റ് എടുത്തിട്ട് ഗോൾഡ് ഫണ്ടർ എടുക്കാനൊക്കെ ഉണ്ടല്ലേ ഗോൾഡ് ഫണ്ടർ എടുക്കുമ്പോ മാത്രം അങ്ങനെ എന്തെങ്കിലും ആക്കിക്കോ വെക്കുമ്പോഴല്ലേ നമ്മൾക്ക് പോവുക നമുക്ക് ഒരു ആടിന്റെ കൂടെ ഉണ്ടാക്കിയാലോ ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തേക്കാം അപ്പൊ എന്താ പറയാണെങ്കിൽ നിങ്ങളന്ന് ഇത് പറഞ്ഞിട്ടാണ് ഞാൻ മാറ്റാണ് റെഡി അൻസാറിന്റെ ഗ്രൂപ്പ് ഞാൻ എപ്പോഴാണ് കണത്ത് ഓണാക്കി വെച്ച കയ്യ് ചാർജ് കയറിയില്ലേ മോന്റെ അങ്ങനെ ചെയ്യാം എന്റെ ചാർജ് കയറിക്കാനോ കണക്കാക്കാൻ പോവാ കണക്ട് ആക്കുക ഞാൻ പേടിച്ച് കട്ടാക്കുക എത്രയും ഒരു വർഷത്തെ കാത്തി ജസ്റ്റ് വെയിറ്റ്